ബത്തേരി ഓർഫനേജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 2024-25 അധ്യയന വർഷം UKG പഠനം പൂർത്തിയാക്കിയ കുട്ടികളുടെ കോൺവൊക്കേഷൻ സെറിമണി സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തി. All the friends I've made, these memories will never fade. I am proud of me and all that I can be. Watching you will see I'm on my way. I'm kinder and smarter. I'm on my way. I'm braver and stronger. I'm on my way. Watch me be the best that I can be.
കെ പോക്കർ ഹാജി ഉദ്ഘാടനം ചെയ്തു. ഈ പൊന്നു മക്കൾ, പ്രിയപ്പെട്ട ഈ മക്കളെ കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്ത ഒരു സുഖമാണുള്ളത്. നമ്മുടെ നാട്ടിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായ ഇവരെയൊക്കെ സർവശക്തനായ നാഥ ഉയരങ്ങളിലേക്ക് എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. IAS-ഉം IFS-ഉം ഒക്കെ നേടി നമ്മുടെ നാടിൻ്റെ ഭരണചക്രം തിരിക്കേണ്ട മക്കളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അള്ളാഹു അവർക്ക് ആരോഗ്യവും ദീർഘായുസ്സും നല്ല ബുദ്ധിയും നൽകുമാറാകട്ടെ. ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ദീനീ വിദ്യാഭ്യാസവും ഉൾക്കൊള്ളുവാനും അതിനോട് താല്പര്യം കാണിക്കുവാനും ഖുർആനും തിരുസുന്നത്തും മുറുകെ പിടിക്കുവാനും നമ്മുടെ ഈ പിഞ്ചു മക്കൾക്ക് അള്ളാഹു മഹാഭാഗ്യം നൽകുമാറാകട്ടെ. സ്കൂൾ പ്രിൻസിപ്പാൾ റഷീദ് പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്കൂൾ പ്രസിഡന്റ് സയ്യിദ് ഹൈദ്രോസ് തുറാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. നിങ്ങളൊക്കെ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങളെ മക്കളെ ഇങ്ങോട്ട് ചേർത്തിരിക്കുന്നത്. ഓരോ രക്ഷിതാവിനും ഓരോ മക്കളിലും ഓരോ പ്രതീക്ഷയുണ്ടാകും. ഓരോ മക്കളും ഉയരങ്ങളിലെത്തിക്കാണാൻ ആ മാതാപിതാക്കളുടെ മനസ്സ് വ്യാമോഹിക്കുന്നുണ്ടാകും. അവരുടെ ബേസ്മെന്റ്, അവരുടെ ഫൗണ്ടേഷൻ ഈ സ്ഥാപനമാണ്. ആ ഗൗരവത്തിൽ തന്നെ ആ വിഷയം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം അതനുസരിച്ച് കൊണ്ടുള്ള ഒരു പ്രവർത്തന മേഖല സൃഷ്ടിച്ചെടുക്കാൻ ഈ കാണുന്ന മാനേജ്മെന്റ്, ശക്തമായ മാനേജ്മെന്റ് നിതാന്ത ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ അഭിമാനകരമായ നേട്ടം. നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് ഏറ്റവും നല്ല ടീച്ചിങ് ആണ്. നല്ല ടീച്ചിങ്, വിദ്യാർത്ഥികളെ അഭിരുചിക്കനുസൃതമായ അവരുടെ സൈക്കോളജി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസം, അതേപോലെ ഡിസിപ്ലിൻ, കൃത്യമായ അച്ചടക്കം, മൂല്യബോധമുള്ള ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള പുതിയ വർഷത്തെ സംവിധാനങ്ങളുമായി, പുതിയ സംവിധാനങ്ങളോട് ചേർന്നുകൊണ്ട് ഈ സ്ഥാപനം മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും വേറിട്ടുകൊണ്ടുള്ള ഒരു മതഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ സമന്വയ കലാലയം ഈ പ്രദേശത്ത് അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തോട് നിങ്ങളൊക്കെ മനസ്സാ വാചാ കർമ്മണ സഹകരിക്കണം, സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ലാഭം അത് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഭാരവാഹികൾ പാർട്ട്ണർഷിപ്പായി എടുക്കുന്നൊരു സംവിധാനമല്ല ഇത്. ഇതിൻ്റെ ലാഭവും നഷ്ടവും ഒക്കെ ഈ സ്ഥാപനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. ഇവിടെ 10-35ഓളം അനാഥ കുട്ടികൾക്ക് സൗജന്യമായ വിദ്യാഭ്യാസം നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഒരു ഫീസും വാങ്ങിക്കാതെ, ഒരു പുസ്തകത്തിൻ്റെ വിലയും വാങ്ങിക്കാതെ, അവരുടെ ട്യൂഷൻ ഫീസോ ഒന്നും വാങ്ങിക്കാതെ ഈ 7 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു അനാഥ കുട്ടി സാമ്പത്തിക പരാധീനത മൂലം വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ അവരെ വരവേറ്റുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് അവർക്ക് 7th വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമായി നൽകാൻ നമ്മൾ തയ്യാറാണ്. ഈ അടുത്ത ദിവസം ഒരു സഹോദരൻ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ 2 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അദ്ദേഹം ഗൾഫിലായിരുന്നു. സാമ്പത്തിക പരാധീനത മൂലം വളരെ പ്രയാസപ്പെട്ട കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടു. ഞങ്ങൾ ആ കുട്ടികളെ, ആ അനാഥ കുട്ടികളെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഏറ്റെടുത്തു, അഭിമാനത്തോടു കൂടി ഏറ്റെടുത്തു. അത് നമ്മുടെ കയ്യിലുള്ള സ്ഥാപനം ഉള്ളത് കൊണ്ടാണ്, നിങ്ങളുടെയൊക്കെ സഹായ സഹകരണം കൊണ്ടാണ്. എത്ര കുട്ടികൾ വന്നാലും അവർ അക്കമഡേറ്റ് ചെയ്യാനുള്ള വിശാലമായ മനസ്കതയോടുകൂടി പ്രവർത്തിക്കുന്ന അനാഥ കുട്ടികൾക്ക് ബാപ്പയില്ലാതെ, ഉമ്മയില്ലാതെ അവരുടെ വിദ്യാഭ്യാസം മുരടിച്ചു പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ പ്രദേശത്തുണ്ടാകാൻ പാടില്ല. അവരും കോട്ടും ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് അവരുടെ മുന്നിൽ, പണക്കാരന്റെ മുന്നിൽ വണ്ടി വന്ന് നിർത്തുന്നത് പോലെ അവന്റെ വീടിന് മുന്നിലും വണ്ടി നിർത്താനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് നമ്മുടെയൊക്കെ കഠിനാധ്വാനത്തിന്റെ ഫലമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ മാസം തന്നെ നമ്മൾ 50ഓളം അനാഥ അഗതി കുട്ടികളെ ചേർത്തുകൊണ്ടുള്ള ഒരു പുതിയൊരു സംവിധാനം ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഉദ്ഘാടനം അടുത്തുണ്ടാകും. അവർക്ക് ഹോസ്റ്റൽ സൗകര്യത്തോടു കൂടി താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ സ്ഥാപനം നമ്മളിവിടെ തുടങ്ങാൻ പോവുകയാണ്. അപ്പം ഞാനിത് പറഞ്ഞത്, നിങ്ങൾ ചെലവാക്കുന്ന ഓരോ തുകയും, നിങ്ങളെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ചെലവാക്കുന്ന ഓരോ തുകയും അത് നന്മയിലേക്കാണ് പോകുന്നത്. അതിൻ്റെ പ്രാർത്ഥന എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങളുടെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. നിങ്ങളുടെ മക്കൾക്ക് അത് മുതൽക്കൂട്ടായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സെക്രട്ടറി PP ഉമ്മർ ഹാജി, ട്രഷറർ MK യൂസഫ് ഹാജി, PP അന്ത്രു ഹാജി, PK ഇബ്രാഹിം ഹാജി, അമീർ മുക്കാട്ട്, VP അഷ്റഫ് ഒഞ്ചിയം, മമ്പള്ളി മൂസ ഹാജി, മദ്രസ സദർ റഹീബ് ഗസാലി, അഡ്മിനിസ്ട്രേറ്റർ AK സുമ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. KG സെക്ഷൻ ഹെഡ് നെഹല നന്ദി പറഞ്ഞു.
വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, മഞ്ചേരി, വടകര, കുന്നമംഗലം, മേപ്പാടി.